ഓഡിയൻസിന്റെ ഒരു ഇതെന്ന് പറയില്ലേ, ഓഡിയൻസിന്റെ മാസ്. മാസല്ലേ, വേറൊരു സാധനം പറയില്ലേ. പിന്നെ ഓഡിയൻസിന്റെ കളർഫുൾ. കളർഫുൾ അല്ല, വേറൊരു ഓഡിയൻസിന്റെ പൾസ്. അത് തന്നെ, പൾസ്. അപ്പൊ വെൽക്കം ടു പൾസ്. നമ്മുടെ തിയേറ്ററിൽ ഇപ്പൊ പൾസ് മീറ്റർ അടിക്കാൻ പോകുന്ന ഒരു സിനിമയാണ് ചത്താപ്പച്ച, ദ റിംഗ് ഓഫ് റൗഡീസ് എന്ന് പറയുന്നത്. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ്. FDFs ബുക്ക്ഡ് ആണ്. ചത്താപ്പച്ച പേര് കണ്ടത് തന്നെ ഞാൻ ആദ്യം ശ്രദ്ധിക്കണത് ട്രെയിനിന്റെ 2 വശത്തായിട്ട് പോസ്റ്റർ കാണാണ്. ഈ പോസ്റ്റർ കണ്ടപ്പോ പ്രൊമോ വീഡിയോ ആണ് ഇതിനകത്ത് ആദ്യം ലാലേട്ടനും സംവിധായകൻ അദ്വൈത്, അതുപോലെ നിർമ്മാതാവ് ഒരു ആക്ടറും കൂടെ ചെന്നിട്ടുള്ള ഒരു പ്രൊമോ വീഡിയോ. അതിന്റെ ഫസ്റ്റ് ഇത് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിന്റെ കാരണം ലാലേട്ടൻ പറയുന്നുണ്ട്, എന്റെ ഒരു അടുത്ത സുഹൃത്ത് പടത്തിലുണ്ട്, അതുകൊണ്ട് ആദ്യത്തെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യുന്നു. ബിഗ്, കാരണം ഈ സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് അതിന്റെ ഹൈപ്പ് കയറ്റിയ ഒരു സാധനമാണ് നമ്മുടെ മമ്മൂക്ക ക്യാമിയോ ചെയ്യുന്നുണ്ട് വോൾട്ടർ ആയിട്ട്. അല്ല, അതിപ്പോ മമ്മൂക്ക മാത്രം നമുക്ക് ക്യാമിയോ ആണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾക്ക് ഇപ്പൊ അറിയുന്നത് മമ്മൂക്ക മാത്രമാണ്. പിന്നെ ലാലേട്ടൻ ഇതിൽ വരുവാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയത് എന്നാന്ന് പറയട്ടെ, ഇതിൽ പ്രണവ് മോഹൻലാൽ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയാവുമായിരുന്നു, അല്ലെങ്കിൽ നല്ലതായിരുന്നു. കാരണം ആ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു സ്വാഗ് പ്രണവിന് പറ്റുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് മ്യൂസിക് ആണെങ്കിലും മറ്റേ നെഞ്ചിനിലെ എന്നുള്ള മ്യൂസിക് അത് വന്നിരിക്കും. നമ്മുടെ ഫസ്റ്റ് ആയിട്ട് മലയാളത്തിലെ ഒരു ട്രിയോ വന്നിട്ടുണ്ട് മ്യൂസിക് കമ്പോസേഴ്സ്, നമ്മുടെ ശങ്കർ, ഇഷാൻ, ലോയി എന്നുള്ള ബോളിവുഡ്. യെസ്. അപ്പൊ അതിന്റെ ഒരു മാജിക് ഉണ്ട്. പിന്നെ എന്താ, എല്ലാ ക്രൂ മെമ്പേഴ്സ് ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും അതിന്റെ നമ്മുടെ കളറിസ്റ്റുകളാണെങ്കിലും റോണക് സേവിയർ. പിന്നെ എനിക്കിതിൽ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത ഒരു സാധനം എന്നാ പറയട്ടെ, എനിക്കിതില് അതിന്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് ആണ്. മെൽവിജയാണ് ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈൻ തോന്നിയത്. കാരണം ലോകയുടെ ഇതില് ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു മെൽവിനെ. അപ്പൊ മെൽവിജെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എഫേർട്ട് ഇട്ട് ഇഷ്ടത്തോടെ ചെയ്തൊരു ഇതായിരുന്നു ചത്താപ്പച്ചിലെ ഒരു കോസ്റ്റ്യൂം ഡിസൈനിങ് എന്ന് പറയുന്നത്. ഈ WWE എന്ന് പറയുമ്പോ നമ്മുടെ ഈ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പരിസര പ്രദേശത്തുള്ള ഒരു ക്ലബ്ബ്, ആ ക്ലബ്ബ് ഒരു റെസ്ലിംഗ് ക്ലബ്ബാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കോമഡി സിനിമ, ആക്ഷൻ സിനിമ, എങ്ങനെ വേണം നമുക്ക് അതിനെ പറയാനായിട്ട്. ആദ്യമായിട്ടാണ് WWE, നമ്മളെല്ലാരും അതിന്റെ ഒരു കട്ട ഫാൻസ് ആണ്. അതെ, ഉറപ്പായിട്ടും. അങ്ങനെ നോക്കുമ്പോ വോൾട്ടറെ തൊട്ട് കളിക്കരുത്, വോൾട്ടറെ പിള്ളേരെ തൊട്ട് കളിക്കരുത് എന്നുള്ള ട്രെയിലറിൽ പറയുന്ന 5 ഡയലോഗ് ഉണ്ട്. ഇനി വോൾട്ടറും കൂട്ടരും വരികയാണ്, നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പൊ എങ്ങനെയാ ചത്ത പച്ച.